ദേവാമൃതം. ദേവാമൃതത്തിൽ ഇനി ജ്യോതിഷ പങ്ക്തി. ദേവാമൃതം. ഇന്ന് 1192 ആണ്ട് വൃശ്ചികമാസം 22-ാം തീയതി, അതായത് 2016 ഡിസംബർ മാസം 7-ാം തീയതി. ഇന്ന് ബുധനാഴ്ചയാണ്. നക്ഷത്രം 12 നാഴിക ചതയവും ബാക്കി പോരിട്ടാതിയുമാണ്. അപ്പോൾ അതുപോലെ ജ്യോതിഷ പങ്ക്തിയിൽ നമ്മളോടൊപ്പം ഉള്ളത് നമുക്കൊക്കെ ഏറെ പ്രിയങ്കരനായ ഡോക്ടർ കുടമാളൂർ ശർമാജിയാണ്. സർ ഡോക്ടർ പദവികൾ ഉൾപ്പെടെ നിരവധി ദേശീയവും അന്തർദേശീയവുമായ പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള, നമുക്കൊക്കെ ജ്യോതിഷപരമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകുന്ന നമ്മുടെ പ്രിയങ്കരനായ ഗുരുനാഥൻ ഡോക്ടർ കുടമാളൂർ ശർമാജിയെ നമുക്ക് വളരെ സ്നേഹാദരങ്ങളോടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം ശർമാജി. നമസ്കാരം. ഇന്നത്തെ കത്തിലേക്ക്: ബഹുമാനപ്പെട്ട ശർമാജി സർ, എൻ്റെ മകന് 32 വയസ്സായി, എന്നിട്ടും വിവാഹത്തിന് സമ്മതിക്കുന്നില്ല. 2 കൊല്ലം കഴിയട്ടെ എന്നാണ് പറയുന്നത്. മകൻ്റെ വിവാഹം എന്നാണ് നടക്കുക? ജാതകപ്രകാരം ഇപ്പോൾ വിവാഹ സമയമാണോ? വിദേശത്താണ് ജോലി? ജോലിയിൽ പ്രൊമോഷൻ സാധ്യത ഉണ്ടാകുമോ? ഇതിനെല്ലാം ഒരു മറുപടി ദയവായി പറഞ്ഞു തരണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. മകൻ്റെ ജാതകവും മറ്റു വിവരവും ഇതിനോടൊപ്പം ചേർക്കുന്നു എന്ന അമ്മ, പാലക്കാട് നിന്നാണ്. വിവാഹ ദാമ്പത്യകാരകൻ എന്ന ഗ്രഹം ശുക്രനാണ് അതിപ്രധാനമായിട്ട് അതിൻ്റെ പങ്ക് വഹിക്കുന്നത്. ശുക്രഗ്രഹം പല ഗ്രഹങ്ങളുമായി കൂടി യോജിച്ച് നിൽക്കുകയും പ്രത്യേകിച്ച് പ്രാണൻ്റെയും പിതാവിൻ്റെയും കാരകസ്ഥാനം വഹിക്കുന്ന സൂര്യൻ എന്ന ഗ്രഹവുമായി യോജിച്ച് നിൽക്കുമ്പോൾ ബഹുഭൂരിപക്ഷവും കണ്ടുവരുന്നത് വിവാഹത്തിന് കാലതാമസം വരികയോ, വിവാഹ ദാമ്പത്യകാരകൻ ലഗ്നത്തിൻ്റെ 4-ാം ഭാവത്തിൽ സൂര്യസമേതം നിൽക്കുകയും വ്യാഴഗ്രഹം എന്ന ഗ്രഹം അതിനെ ദൃഷ്ടി ചെയ്യുകയും ചെയ്യുക. സൗരയൂഥത്തിലെ ഗ്രഹങ്ങൾ തമ്മിൽ ചില വിശേഷ ദൃഷ്ടികളുണ്ട്. അങ്ങനെ വിശേഷ ദൃഷ്ടികളുള്ളപ്പോൾ ഞാൻ മുൻ സൂചിപ്പിച്ച ഒട്ടനവധി പ്രശ്നങ്ങളുടെ ഒരാകത്തുകയാണ് രാകേഷ്. വിവാഹം കഴിക്കാതിരിക്കുകയും പറ്റില്ല. പ്രത്യേകിച്ച് 2019 മുതൽ ഇദ്ദേഹത്തിന് വിവാഹം കഴിക്കണം എന്ന് നിർബന്ധം ഉണ്ടാകുകയും വിവാഹം നടക്കുകയും ചെയ്യും. ഈ ഗ്രഹങ്ങളുടെ നിപ്പ് ഇങ്ങനെ ആയതുകൊണ്ട് ഈ വക ചിന്താഗതികൾ, ഈ വക ചിന്താധാരകളിലൂടെയാണ് ഇദ്ദേഹം നടന്നു വരുന്നത്. അതുകൊണ്ട് സാധാരണയിൽപ്പെട്ട ഒരു ജാതകമായിട്ട് കണക്കാക്കാൻ പറ്റുകയില്ല. വിശേഷ ദൃഷ്ടി, അതായത് ഗുരു ശുക്ര പരസ്പര ദൃഷ്ടി ഉള്ള ഒരു ദോഷജാതകമാണ്. അങ്ങനെ ചിന്തിക്കുന്നവർ തൻ്റെ ഭാവി ഒട്ടുമുക്കാലും അവർ ലാപ്സാക്കുകയാണ് പതിവ്. എങ്കിലും 2018 ജൂൺ മുതൽ 2019 ജൂണിനകത്തായി ഇദ്ദേഹത്തിന് വിവാഹ സാധ്യതകൾ, വിവാഹം കഴിക്കണം എന്നുള്ള തോന്നലുകൾ വരും. അന്നേരമാവട്ടെ ഏജിൻ്റെ പ്രശ്നങ്ങളോ, വിദ്യാഭ്യാസ പ്രശ്നങ്ങളോ, സൗന്ദര്യ പ്രശ്നങ്ങളോ, ഉദ്യോഗ പ്രശ്നങ്ങളോ രൂക്ഷമാകും. അതുമൂലം വീണ്ടും ഞാൻ ചിന്തിച്ചത് തെറ്റായിപ്പോയല്ലോ, ആ കാലത്ത് നടത്തിയാൽ മതിയായിരുന്നു, അങ്ങനെ മതിയായിരുന്നു, ഇങ്ങനെ മതിയായിരുന്നു, എങ്കിലിപ്പോൾ ബുദ്ധിമുട്ടില്ലായിരുന്നു, എന്നെ അമ്മ പുറമേ നടന്ന് നിർബന്ധിച്ചതാണ്, പെണ്ണ് 2-3 വർഷം മെനക്കെട്ട് ഒരു പെൺകുട്ടി കാത്തിരുന്നതാണ്, പെൺകുട്ടികളാണെങ്കിൽ ആണ് കാത്തിരുന്നതാണ്, അല്ലെ പുരുഷൻ കാത്തിരുന്നതാണ്. ഇത് ഇരുവർക്കും ബാധകമാണ്, സ്ത്രീ പുരുഷ ഭേദമന്യേ. ആയതിനാൽ സമയത്ത് വിവാഹം നടക്കുന്നതിനും മകൻ സമ്മതിക്കുന്നതിനും വിവാഹം വേണമെന്ന് തോന്നുന്നതിനും ഗ്രഹനില പുഷ്ടിപ്പെടുന്നതിനും നമുക്ക് ഋഗ്വേദങ്ങളെ കൊണ്ട് ജലഗന്ധ പുഷ്പധൂപദീപ ജലാന്തം സ്വയംവരമൂർത്തിയെ ധ്യാനിച്ച് പത്മമിട്ട് 4000 ഉരു ഋഗ്വേദ മന്ത്രങ്ങളെ കൊണ്ട് പുഷ്പാർച്ചനകളോ അതിൻ്റെ വിധിപ്രകാരമുള്ള പൂജാതികർമ്മങ്ങൾ ചെയ്ത് ഏതെങ്കിലും ദമ്പതികൾക്ക് ഇഷ്ടപ്പെട്ട ആഹാരങ്ങളോ ദാനധർമാനുഷ്ഠാനങ്ങളോ അല്ലെങ്കിൽ മധുര പലഹാരങ്ങളോ ദാനം ചെയ്യുക. തന്നിമിത്തം വിവാഹം കഴിക്കണമെന്നുള്ള തോന്നലുകൾ ഉണ്ടാവുകയും അതിന് അനുസരണമായ വിധിപ്രകാരമുള്ള ബന്ധങ്ങൾ വന്നു ചേരുകയും അത് സമ്മതിക്കുകയും അതിന് വിവാഹത്തിന് കാലതാമസങ്ങൾ ഒഴിവാക്കുകയും ചെയ്യും. അത്തരം പ്രതിവിധികളിലൂടെയാണ് ചില കാര്യങ്ങൾ നടപടി വരുന്നത്. എന്താണ് ഋഗ്വേദം എന്നും അത് എങ്ങനെ ചെയ്യണമെന്നും ഇപ്പോൾ അമ്മയ്ക്ക് വേണ്ടിയും പ്രേക്ഷകർക്ക് വേണ്ടിയും അത് ചൊല്ലുന്നതാണ്. ഓം അഗ്നിമീതേ പുരോഹിതം യജ്ഞസ്യ ദേവമൃത്യുജം ഹോതാരം രത്നധാതമം
അഗ്നിമീളേ പുരോഹിതം യജ്ഞസ്യ ദേവമൃത്യുജം ഹോതാരം രത്നദാതമം അഗ്നി പൂർവേഭി ഋഷുഭി ഈഢ്യോ തോദനൈരുത സ ദേവേഹ വക്ഷതി. ഇപ്രകാരം തുടങ്ങി ഒരു കുറേയധികം സമയം എടുക്കുന്നതാണ്. സമയപരിധി മൂലം ഇത്രയൊക്കെ ചൊല്ലാൻ പറ്റുള്ളൂ. ഈ വിശേഷമായ ഋഗ്വേദങ്ങളെ കൊണ്ട് സ്വയംവരമൂർത്തിയെ സ്വയംവരപത്മത്തിൽ ആവാഹിച്ച് ജലാതിജലാന്തം പൂജിച്ച് സ്വയംവരയന്ത്രം ധരിക്കുകയോ അല്ലെങ്കിൽ ദമ്പതികൾക്ക് മിഷ്ടാന്ന ഭോജനം അല്ലെങ്കിൽ മധുരപലഹാരം അല്ലെങ്കിൽ വസ്ത്രധാരം മുതലായതോ മറ്റ് തത്തുല്യമായ കാരുണ്യപ്രവർത്തനങ്ങളോ ചെയ്തു കഴിയുമ്പോൾ വിവാഹത്തിന് സമ്മതിക്കുകയും വിവാഹം വേണമെന്ന തോന്നൽ ഉണ്ടാകുകയും ചെയ്യും. അപൂർവമായി നിൽക്കുന്ന ചില പെൺകുട്ടികൾ വിവാഹപ്രായമെത്തിയിട്ടും വിവാഹം കഴിക്കാത്തവരും തൻ്റെ കൂട്ടുകാരികളോ ആരെയെങ്കിലും വിവാഹം കഴിച്ചിട്ട് ഭർത്താവിൻ്റെ പീഡനമോ മറ്റേതെങ്കിലും പീഡനങ്ങളോ അല്ലെങ്കിൽ ഗർഭത്താലെ മരിക്കുകയോ മറ്റേതെങ്കിലും ദുഃഖകരമായ വാർത്തകളോ മാധ്യമങ്ങളിലൂടെയോ അല്ലാതെയോ വായ്മൊഴിയായിട്ടോ ഒക്കെ വന്ന് അനുഭവിച്ച് തനിക്കും ഇതുപോലെ സംഭവിക്കുമോ എന്നൊക്കെയുള്ള ഒരു വ്യഥ മാനസിക പ്രയാസങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മാറ്റിവെക്കുന്നവർക്കും ഗുരു ശുക്ര പരസ്പര ദൃഷ്ടി ജാതക നിലയിൽ കണ്ടുവരുന്നുണ്ട്. ഇത് പുരുഷന്മാർക്കും ബാധകമാണ്. ഇപ്രകാരം ചെയ്തു കഴിയുമ്പോൾ ഈ ദോഷങ്ങൾ മാറും. രാകേഷ് വിവാഹിതനാവും. 2019 വിവാഹം കണിശമായിട്ടും നടന്നിരിക്കും. ഈ പ്രതിവിധികൾ ചെയ്താൽ ചിലപ്പോൾ 6 മാസത്തിനുള്ളിൽ തന്നെ വിവാഹത്തിന് പ്രേരിതനാകാനുള്ള സാധ്യതയും ഉണ്ട്. ഗ്രഹം പുതുക്കുകയോ വാഹനം വാങ്ങുക, എക്സ്റ്റൻഷൻ ഇത്യാദി ഭൗതിക നേട്ടങ്ങളും ഈ രാശിക്കാർക്ക് ഇപ്പോൾ ഉണ്ട്. ജ്യോതിഷ പങ്ക്തിയുടെ ഇന്നത്തെ അധ്യായം എവിടെ പൂർണ്ണമാവുകയാണ്. ജ്യോതിഷപരമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ ഡോക്ടർ കുടമാളൂർ ശർമാജിയിൽ നിന്ന് അറിയുവാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പ്രശ്നപരിഹാരങ്ങൾ സ്വായത്തമാക്കാവുന്നതാണ്. ദേവാമൃതം